ഹലോ ഗൈസ്, കഴിഞ്ഞ കുറച്ച് എപ്പിസോഡുകളിലായി അവതരിപ്പിച്ച കാറ്റലിസ്റ്റിൻ്റെ എക്സൽ ട്യൂട്ടോറിയൽ വീഡിയോ കാണുക വഴി എക്സലിനെ കുറിച്ച് ഒരു ബേസിക് ഐഡിയ ഉണ്ടായി കാണുമെന്ന് കരുതുന്നു. ഇന്ന് ഞാനിവിടെ എത്തിയിട്ടുള്ളത് മുമ്പത്തെ എക്സൽ ട്രെയിനിങ് ക്ലാസ്സിൻ്റെ തുടർച്ചയെന്നോളം എക്സലിനെ കുറിച്ച് അഡ്വാൻസ് ലെവലിൽ പഠിക്കുന്നതിനായി തയ്യാറാക്കിയ അഡ്വാൻസ് എക്സൽ ട്രെയിനിങ് കോഴ്സിലെ ആദ്യത്തെ വീഡിയോയുമായിട്ടാണ്. ഈ വീഡിയോ തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തന്നെ കരുതാം. ഈ എപ്പിസോഡിൽ അവതരിപ്പിക്കുന്നത് വളരെ പോപ്പുലറായി ഉപയോഗിക്കുന്ന എക്സലിലെ ലോജിക്കൽ ഫങ്ഷൻസ് കാറ്റഗറിയിലെ ഇഫ് എൻ എ, ഇഫ് എറർ, സ്വിച്ച്, എക്സോർ എന്നീ ഫംഗ്ഷനെ കുറിച്ചാണ്. അപ്പോൾ നമ്മൾക്ക് ആദ്യത്തെ ഫംഗ്ഷൻ നോക്കാം, ഇഫ് എൻ എ. ഇഫ് എൻ എ എന്താണ്? ഇഫ് എൻ എ ഒരു ലോജിക്കൽ ഫംഗ്ഷനാണ് അല്ലേ? ഇതെന്തിനാണ് ഉപയോഗിക്കുന്നത്? നോർമലി നമ്മൾ വി ലുക്കപ്പ്, അതുപോലെ തന്നെ ഇൻഡെക്സ് ആൻഡ് മാച്ച് എന്നീ ഫങ്ഷൻസ് ഒക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ഇല്ലാത്ത ഡാറ്റ ഫൈൻഡ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ സിസ്റ്റം എന്ത് ചെയ്യും? ആഷ് എൻ എ എറർ ജനറേറ്റ് ചെയ്യും. ഇങ്ങനെയുള്ള ആഷ് എൻ എ എറേഴ്സിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈഫ് എൻ എ ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. ഒരു വളരെ സിമ്പിളായിട്ടുള്ള ഈ എക്സാമ്പിൾ കൂടി നിങ്ങൾക്കിത് മനസ്സിലാക്കാം. ഇവിടെ ഞാൻ 3 എംപ്ലോയീസിൻ്റെ എംപ്ലോയി നമ്പറും കറസ്പോണ്ടിങ് ആയിട്ടുള്ള അവരുടെ പേരും ഡെസിഗ്നേഷൻ, സാലറി ഇവിടെ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ എന്ത് ചെയ്ത് KCS 104 ഇവിടെ ഇല്ലാത്തൊരു നമ്പറാണ് ഇവിടെ ഫൈൻഡ് ചെയ്യാൻ ശ്രമിച്ചത്. എങ്ങനെ? വി ലുക്കപ്പ് ഉപയോഗിച്ച് ഫൈൻഡ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ഇവിടെ കണ്ടോ നിങ്ങൾ ആഷ് എൻ എറർ വന്ന്. ഞാൻ ഈ ഫോർമുല ഡിലീറ്റ് ചെയ്ത് ഒന്നുകൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. വി ലുക്കപ്പ് ഓൾറെഡി നിങ്ങൾ പഠിച്ചു കാണുമെന്ന് കരുതുന്നു. വി ലുക്കപ്പ് എന്ന് പറഞ്ഞാൽ വളരെ പോപ്പുലറായി ഉപയോഗിക്കുന്ന എക്സലിലെ ഒരു ഫംഗ്ഷനാണ്. ഈസിക്കൽ ടു വി ലുക്കപ്പ്, ലുക്കപ്പ് വാല്യൂ KCS 104. അപ്പോൾ ലുക്കപ്പ് വാല്യൂ കൊടുത്തു. ടേബിൾ അറേ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഉണ്ടാക്കി വെച്ച ടേബിൾ. കോളം ഹെഡിങ് സെലക്ട് ചെയ്യണം നിർബന്ധമില്ല, കൊമ. അടുത്തെന്താണ് ഓപ്ഷൻ പറയുന്നത്? കോളം ഇൻഡെക്സ്. ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ. അപ്പോൾ കോളം ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ കോളം നമ്പർ. എത്രാമത്തെ കോളാണ്? EMP നെയിം ഇവിടെ 2ാമത്തെ കോളാണ്. അപ്പോൾ കോളം നമ്പർ 2 എന്ന് ടൈപ്പ് ചെയ്യാം, കൊമ. എക്സാക്റ്റ്, ഫോൾസ് എക്സാക്റ്റ് എന്നുള്ള ഓപ്ഷനെ നമ്മൾ എന്ത് ചെയ്യുക? ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഫോൾസ് എന്ന് അവിടെ വരും, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ കീ അടിക്കുക. അപ്പോൾ ഇവിടെ കണ്ടോ ആഷ് എൻ എറർ വന്ന്. ഓക്കെ, അപ്പോൾ ഇല്ലാത്തൊരു നമ്പറാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. ഇനി ഈ എറേഴ്സിനെ നമുക്ക് ഹാൻഡിൽ ചെയ്യുന്ന എങ്ങനെയാണ് ഞാൻ തൊട്ട് താഴെ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ തൽക്കാലം ഈ ഫോർമുല ഞാനിവിടെ ഡിലീറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ ആഷ് എൻ എറർ കണ്ട് ഇവിടെ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഈ ആഷ് എൻ എററിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ KCS 102 കൊടുത്ത് ഏതെങ്കിലും നമ്പർ ആയാലും കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ പോവുകയാണേ. എന്താണ്? ഈഫ് എൻ എ, അതിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യുക? വി ലുക്കപ്പ് ഫംഗ്ഷൻ അപ്ലൈ ചെയ്യുക. ഈഫ് എൻ എ വി ലുക്കപ്പ്, ലുക്കപ്പ് വാല്യൂ KCS 102. ടേബിൾ അറേ മീൻസ് നമ്മൾ ഉണ്ടാക്കി വെച്ച ടേബിളിനെ മൗസ് കൊണ്ട് സെലക്ട് ചെയ്യുക, കൊമ. കോളം ഇൻഡെക്സ് എത്രാമത്തെ കോളാണ്? EMP നെയിം എന്ന് പറഞ്ഞാൽ 2ാമത്തെ കോളമാണ്. ഫോൾസ് എക്സാക്റ്റിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. അപ്പോൾ വി ലുക്കപ്പ് ചെയ്യുന്ന സമയത്ത് എറേഴ്സ് വന്നു കഴിഞ്ഞാൽ, നേരത്തെ പോലെ ആഷ് എൻ എറർ വന്നു കഴിഞ്ഞാൽ അതിനെങ്ങനെ ഹാൻഡിൽ ചെയ്യാം? നമുക്ക് എന്താണ് മെസ്സേജ് വരേണ്ടത്? ഇപ്പോൾ ഇൻവാലിഡ് എംപ്ലോയി നമ്പർ അല്ലെ EMP നമ്പർ നോട്ട് ഫൗണ്ട് ഏത് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. ഞാനിവിടെ ഇൻവാലിഡ് EMP നമ്പർ എന്ന് കൊടുത്ത് EMP നമ്പർ ഡബിൾ കോഡ് സെൻഡ് ചെയ്ത് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് എൻ്റർ കീ അടിച്ച്. ഇപ്പോൾ ഇവിടെ കറക്റ്റ് ഡാറ്റയാണ് നമ്മളിവിടെ എൻ്റർ ചെയ്തത്. ഇല്ലാത്തൊരു ഡാറ്റയായ KCS 104 കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഇൻവാലിഡ് EMP നമ്പർ. അപ്പോൾ അടുത്ത കൊടുത്തു KCS 105 ഇൻവാലിഡ് EMP നമ്പർ. ഇപ്പോൾ കറക്റ്റ് വാല്യൂ കൊടുത്താലോ? അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്ത്? ഈഫ് എൻ എ ഫംഗ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ആഷ് എൻ എററിനെ ഹാൻഡിൽ ചെയ്യാൻ പഠിച്ചു അല്ലേ? ഈഫ് എൻ എന്നുള്ള ഫംഗ്ഷൻ്റെ ഉള്ളിൽ വി ലുക്കപ്പ് ഫംഗ്ഷൻ അപ്ലൈ ചെയ്ത്, അപ്പോൾ എറേഴ്സ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് മെസ്സേജ് വരേണ്ടത്? ഡബിൾ കോഡ്സിൽ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ഓക്കെ, അടുത്തതായി നമ്മൾ നോക്കുന്നത് ഈഫ് എറർ. ഇതും അതുപോലെ തന്നെ ഒരു എറർ ജനറേറ്റ് ചെയ്ത എററിനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന വേറൊരു ഫംഗ്ഷനാണ് ഈഫ് എറർ. ഇവിടെ എന്താണ് ചെയ്തത്?
നോർമലി നമ്മൾ എക്സൽ ഫംഗ്ഷൻ ഉപയോഗിക്കുന്ന സമയത്ത് പലതരത്തിൽ എറേഴ്സ് വരും അല്ലേ. ആഷ് ഡിവ്, ആഷ് എൻ എ, അതുപോലെ ആഷ് എൻ എ എന്തിനാണ്, ആഷ് എൻ എ ഈഫ് എൻ എ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത്. ഇവിടെ നമുക്ക് എന്താണ് ആഷ് ഡിവ് അല്ലേ, ഡിവിഷൻ ബൈ സീറോ നോട്ട് പോസിബിൾ. ഇവിടെ ഉണ്ടോ ഈ ഡിവിഷൻ ബൈ സീറോ ഈസ് നോട്ട് പോസിബിൾ. അതുപോലെ തന്നെ ആഷ് വാല്യൂ, ഇങ്ങനെയുള്ള എറേഴ്സിന് നമുക്ക് എന്ത് ചെയ്യാം, ഈഫ് എറർ ഫംഗ്ഷൻ ഉപയോഗിച്ച് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഈ എക്സാമ്പിൾ കൂടി നിങ്ങൾക്ക് മനസ്സിലാക്കാം, നോക്കിക്കോളെ. ഈസ് ഈക്വൽ ടു എന്ത് പറയാം, ഈഫ് എറർ എന്താണ്, ഇവിടെ നോക്കിക്കോളൂ, ഐറ്റത്തിൻ്റെ പേരുണ്ട്, എമൗണ്ട് ഉണ്ട്, ക്വാണ്ടിറ്റി ഉണ്ട് അല്ലേ. ഇവിടെ പ്രൈസ് പെർ കെ ജി ആണ് എനിക്ക് കാണേണ്ടത്. എങ്ങനെയാണ് പ്രൈസ് പെർ കെ ജി കാണുക, എമൗണ്ട് ഡിവൈഡഡ് ബൈ ക്വാണ്ടിറ്റി അല്ലേ. അപ്പോൾ എമൗണ്ടിനെ ക്വാണ്ടിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും എറേഴ്സ് വരാൻ സാധ്യതയുണ്ടാവും. ചിലപ്പോൾ എങ്ങനെ എറേഴ്സ് വരാം, സീറോനെ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ ശ്രമിച്ച്, കാലിയായിട്ടുള്ള അതായത് എം ടി സെല്ലിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ ശ്രമിച്ച്, അതുപോലെ തന്നെ ക്യാരക്ടേഴ്സിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ ശ്രമിച്ച്, അപ്പോഴൊക്കെ നമുക്ക് എറേഴ്സ് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഈ എറേഴ്സിനെ നമുക്ക് ഹാൻഡിൽ ചെയ്യണം. അപ്പോൾ എന്ത് മെസ്സേജ് കൊടുക്കാം നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ സീറോനെ നോട്ട് ഡിവിഷൻ ബൈ സീറോ ഇസ് നോട്ട് പോസിബിൾ ആണ് അല്ലേ, അത് രണ്ട് ഇവിടെ വരുന്നുണ്ട് അല്ലേ. അപ്പോൾ സീറോ ഈസ് നോട്ട് ഡിവിസിബിൾ ഈ എറർ വരുന്നുണ്ട് അല്ലേ. വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ബാർ ഇട്ടിട്ട് അടുത്ത എററും വരാം. എന്താണ്, എം ടി സെല്ലിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഏതെങ്കിലും ഒരു കാരണത്താലായിരിക്കും അല്ലേ. അപ്പോൾ എം ടി സെല്ല് ബാർ റോങ് പ്രൈസ് അല്ലേ, പ്രൈസ് റോങ് ആയിട്ടുള്ളത്. ഇപ്പോൾ എ എന്ന് കൊടുത്തിട്ടുണ്ട്, റോങ് പ്രൈസ്. അപ്പോൾ ഈ മൂന്നിൽ ഏതെങ്കിലും ഒരു കാരണം കൊണ്ടായിരിക്കും എറേഴ്സ് വരാൻ സാധ്യതയുണ്ടാവും അല്ലേ. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ കീ അടിക്കുക. ഈ ഫോർമുല തൊട്ടടുത്ത സെല്ലുകളിലേക്ക് കോപ്പി ചെയ്ത് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇതാ ഇവിടെ ഒരു കുഴപ്പമില്ല. ഇവിടെ എന്ത് ചെയ്യും, സീറോനെ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ ശ്രമിച്ചപ്പോഴാണ് എറർ വന്നത്. അപ്പോൾ സീറോ ഈസ് നോട്ട് ഡിവിസിബിൾ. ഇവിടെ എന്താണ്, എം ടി സെല്ലിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ ശ്രമിച്ചില്ലേ, 120നെ എം ടി സെല്ലിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ആഷ് ഡിവൈഡർ വന്നില്ലേ. അപ്പോൾ എം ടി സെല്ല്. ഇവിടെ എന്താണ്, കറക്റ്റ് ക്വാണ്ടിറ്റി എൻ്റർ ചെയ്യുന്നതിന് പകരം നമ്മൾ ക്യാരക്ടറാണ്, അപ്പോൾ റോങ് പ്രൈസാണ് ഇവിടെ എൻ്റർ ചെയ്തത് അല്ലേ. ഈ മൂന്ന് കാരണത്താലാണ് ഈ ഇവിടെ എറർ വരുന്നത്. അത് ഞാനിവിടെ മെൻഷൻ ചെയ്തതെന്ന് മാത്രം. അതാണ് വളരെ സിമ്പിളാണ് ഈഫ് എറർ. ഓക്കെ, അടുത്ത നമ്മൾ എന്താണ്, സ്വിച്ച് അല്ലേ. സ്വിച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിലൊക്കെ സ്വിച്ച് ഉണ്ടാവും അല്ലേ. സ്വിച്ച് ഒരു ബോർഡിൽ കുറേ സ്വിച്ചുകൾ ഉണ്ടാവും. ഓരോ സ്വിച്ച് നമ്മൾ പ്രസ് ചെയ്യുന്ന സമയത്ത് ആ സ്വിച്ച് കണക്റ്റഡ് ആയിട്ടുള്ള ആ ഡിവൈസ്, ചിലപ്പം ബൾബാവാം, ചിലപ്പം ടി വി ആവാം, ഫ്രിഡ്ജ് ആവാം, ഏതാണെങ്കിലും അത് ഓൺ ആവും അല്ലേ. അപ്പോൾ ഇവിടെ നോക്കി, ഇതൊരു നെസ്റ്റഡ് ഈഫ് പോലെയുള്ളൊരു ഫംഗ്ഷനാണ്. ഈഫിനെ പറ്റി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. നെസ്റ്റ് ഇപ്പോൾ ഗ്രേഡ് കാണാൻ വേണ്ടിയിട്ടുള്ള ഈഫ് വെച്ചിട്ട് കുറേ ചെയ്യുന്നുണ്ട് അല്ലേ. അതുപോലുള്ളൊരു വേറെ രീതിയിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയ ഒരു എക്സാമ്പിളാണ്. അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ തിരഞ്ഞെടുത്തിട്ടുള്ള എക്സാമ്പിൾ നോക്കി, സിംഗേഴ്സിൻ്റെ പേരുണ്ട് അല്ലേ. ഇപ്പോൾ ഐഡിയാസ് ആ സിംഗർ ഇല്ലേ, ഇങ്ങനത്തെ സിംഗേഴ്സിനെ ഇതിൻ്റെ മ്യൂസിക്കൽ റിയാലിറ്റി ഷോസൊക്കെ നമ്മൾ ടി വി കാണുന്നുണ്ട്. ഈ സിംഗേഴ്സിൻ്റെ പേരുണ്ട് ഇവിടെ അവരെ റേറ്റിംഗ് ആണ്, പെർഫോമൻസ് റേറ്റിംഗ്, അതിൻ്റെ ഡിസ്ക്രിപ്ഷനായിട്ട് ഇവിടെ കാണിക്കുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ എന്ത് ചെയ്ത് ഒരു ടേബിൾ പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. 1 എന്ന് പറഞ്ഞാൽ വെരി പോറും, 2 പോറും, 3 ആവറേജ്, 4 ഗുഡ്, 5 എക്സലൻറ്റ്. ഇതെങ്ങനെ നമുക്ക് സ്വിച്ച് ഉപയോഗിച്ച് ഹാൻഡിൽ ചെയ്യാൻ നോക്കാം. ഓക്കെ, ഓൾറെഡി ഞാനിവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട് ഫോർമുല, അതിനെ റിമൂവ് ചെയ്ത് നോക്കാം. ഈസ് ഈക്വൽ ടു, ഞാനിവിടെ ഫോൺ കളർ റെഡ് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് റെഡ് കളറിൽ ഡിസ്പ്ലേ ചെയ്യുന്നത്. എന്താണ് ഈസ് ഈക്വൽ ടു സ്വിച്ച് എന്താണ് എക്സ്പ്രഷൻ അല്ലേ. എന്താണ് എക്സ്പ്രഷൻ, അതായത് ഇവിടെ നമ്മൾ സ്വിച്ചിൻ്റെ അകത്ത് എന്താണ്, ഇവിടെ കൊടുക്കുന്ന വാല്യൂവിനനുസരിച്ചാണ് ഡിസ്ക്രിപ്ഷൻ മാറുന്നത് അല്ലേ. അപ്പോൾ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സെൽ അഡ്രസ്സ് B2 1 ആണെങ്കിൽ എന്ത് കാണിച്ചു തരണം, വെരി പുവർ അല്ലേ, വെരി പുവർ. ഓക്കെ, ഡബിൾ കോട്ട് എൻഡ് ചെയ്യുക. ഇനി 2 ആണെങ്കിലോ, കോമയുടെ ഓരോന്നും കോമ വെച്ചിട്ടാണ് സെപ്പറേറ്റ് ചെയ്യുന്നത്. 2 ആണെങ്കിൽ എന്ത് കാണിച്ചു തരണം, പുവർ, കോമ. 3 ആണെങ്കിൽ ആവറേജ്, കോമ. 4 ആണെങ്കിൽ എന്താണ്, ഗുഡ്. അടുത്ത എന്താണ്, 5 ആണെങ്കിൽ എന്താണ്, എക്സലൻറ്റ്, EXCELLENT, എക്സലൻറ്റ്. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. ഫോർമുലേനെ തൊട്ടടുത്ത സെല്ലുകളിലേക്ക് കോപ്പി ചെയ്തു. അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള റിസൾട്ടുകളാണ് വരുന്നത്. ഇവിടെ നിങ്ങൾ മാറ്റി നോക്ക്, അനിൽകുമാറിൻ്റെ പെർഫോമൻസ് ഇപ്പോൾ ഞാൻ 5 കൊടുത്തില്ലേ.
അപ്പോൾ എക്സലൻറ്റ്. അടുത്ത ആളത് 1 കൊടുത്ത് കണ്ടോ, പുവർ. 2 കൊടുത്ത് പുവർ, വെരി പുവർ. അടുത്തെന്താണ് 4 കൊടുത്ത് ഗുഡ്. ഇവിടെ ഞാൻ 2 കൊടുത്ത് കണ്ടോ പുവർ. ഓട്ടോമാറ്റിക്കലി റേറ്റിംഗ് അനുസരിച്ചിട്ട് ഇവിടെ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി വാല്യൂ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, ഇതാണ് സ്വിച്ച്. ഓക്കെ, ഈ എപ്പിസോഡിലെ അവസാനത്തെ ഫംഗ്ഷനാണ് എക്സോർ. അപ്പോൾ എക്സോർ എന്നാണ് എന്താണെന്ന് നോക്കുന്നത്. ഈ എക്സാമ്പിൾ കൂടി വളരെ സിമ്പിളായിട്ടുള്ളൊരു എക്സാമ്പിളാണ്, നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ളൊരു എക്സാമ്പിളാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരു ഹോക്കി, നമ്മൾ ഒളിമ്പിക്സിൽ ഹോക്കി അല്ലെങ്കിൽ ഫുട്ബോൾ അങ്ങനെയുള്ള പല മാച്ചുകളും നടത്താറുണ്ട്. അതിൽ ആ മാച്ചിൽ ചിലപ്പോൾ നിങ്ങൾക്കറിയാം ഫസ്റ്റും സെക്കൻഡും റൗണ്ടും തേർഡ് റൗണ്ടെല്ലാം കഴിഞ്ഞിട്ട് അവസാനം എന്ത് ചെയ്യും, ഫൈനൽ റൗണ്ടിലേക്ക് ക്വാളിഫൈ ചെയ്യുന്ന ആൾക്കാരെ സെലക്ട് ചെയ്യും. പിന്നെ ലൂസേഴ്സ് ഫൈനൽ അങ്ങനെയെല്ലാം ഉണ്ടാവില്ലേ. ഇവിടെ ഇപ്പോൾ നോക്കി നോക്ക്, ഇവിടെ ഓരോ രാജ്യങ്ങളെ പേരുണ്ട്, ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ പേരുണ്ട്. അവർ ഫസ്റ്റ് മാച്ചിൽ വിൻ ചെയ്ത സ്റ്റാറ്റസ് കാര്യങ്ങളെല്ലാം ഉണ്ട്. സെക്കൻഡ് മാച്ചിലുണ്ട്. ഇതിൽ ആരൊക്കെ ക്വാളിഫയർ ഫോർ തേർഡ് മാച്ച്. അതായത് അതിപ്പോൾ നോക്ക്, ഇതിലിപ്പോൾ ചൈനേൻ്റെ എടുക്കുകയാണെങ്കിൽ ചൈന ഫസ്റ്റ് മാച്ചിൽ വിൻ ചെയ്തിട്ടുണ്ട്, സെക്കൻഡ് മാച്ചിൽ ലോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അവർ തേർഡ് ഇതിലേക്ക് അവർ ക്വാളിഫൈഡ് ആണ് അല്ലേ. ഇന്ത്യ ആണെങ്കിൽ 2 വിജയിച്ചിട്ടുണ്ട്, ഷുവറായിട്ടും അവർ ഫൈനലിലേക്ക് പോകും. അപ്പോൾ അവർക്ക് അതിൻ്റെ ആവശ്യമില്ല. അതുപോലെ തന്നെ 2 ലോസ് ആയിട്ടുള്ള ഇന്തോനേഷ്യ എന്താണ് 2ലും ലോസ്റ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ജപ്പാൻ നോക്ക്, ജപ്പാനിൽ എന്താണ് ജപ്പാൻ ലോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് മാച്ചിൽ, രണ്ടാമത്തേൽ വിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഷുവറായിട്ടും അവരെന്ത് ചെയ്യുന്നുണ്ട്, ഇതിലേക്ക് ക്വാളിഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെന്തെങ്ങനെയാണ് നോക്ക്. ഇവിടെ ഇപ്പം ഫോൾസ്, ഇപ്പോൾ എക്സോർ ഫംഗ്ഷൻ എന്താ ചെയ്യുന്നത്, ഫോൾസ് വെൻ ദ നമ്പർ ഓഫ് ട്രൂ ഇൻപുട്ട് ഈസ് ഈവൺ അല്ലേ. അതുപോലെ തന്നെ ട്രൂ വെൻ ദ നമ്പർ ഓഫ് ട്രൂ ഇൻപുട്ട് ഈസ് ഓഡ്. അപ്പോൾ നമുക്കിത് എക്സാമ്പിൾ നോക്കാം അതെങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, ഇവിടെ ഞാനിവിടെ ഫോർമുല ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഫോർമുല ഞാൻ ഒന്നുകൂടി ഇതൊക്കെ റിമൂവ് ചെയ്യാൻ പോവാണ്, ഒന്നുകൂടി ടൈപ്പ് ചെയ്യാൻ പോവാണ്. ഓക്കെ, എന്താണ് ഇഫ് എക്സോർ ബ്രാക്കറ്റ് ക്ലോസ് ഓപ്പൺ ആക്കി, എന്താണ് ഫസ്റ്റ് B2 is equal to win, comma C2 is equal to win, ഡബിൾ കോട്ട് എൻഡ് ചെയ്ത് ഇവിടെ ഞാൻ എന്ത് ചെയ്ത് ഡബിൾ കോട്ട്സിൽ എസ് എന്ന് കൊടുത്ത് കോമ ഡബിൾ കോട്ട്സിൽ നോ എന്നും കൊടുത്തു. ഓക്കെ, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് എൻ്റർ കീ അടിച്ച്. അപ്പോൾ ഇവിടെ വ്യത്യസ്ത റിസൾട്ടായി എസ് നോ വന്നിട്ടുണ്ട്. ഇതെന്താണെന്ന് നോക്കാം നമുക്ക്. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്, ഇപ്പോൾ ഞാനിതൊന്ന് ഇവാലുവേറ്റ് ചെയ്ത് നോക്കിയാൽ കുറച്ചുകൂടി ഈസി ആയിട്ട് മനസ്സിലാവും. എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യുക, ഈ സെല്ലിലെ ഫോർമുല നമുക്ക് ഇവാലുവേറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഞാൻ ഈ സെല്ല് സെലക്ട് ചെയ്ത്, എസ് എന്നുള്ള സെല്ല് സെലക്ട് ചെയ്ത് ഫോർമുല ടാബ് പോയിട്ട് ഇവാലുവേറ്റ് ഫോർമുല പറഞ്ഞു. അപ്പോൾ ഇവാലുവേറ്റ് ഫോർമുല നമുക്ക് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഫോർമുലകൾ എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത് നമുക്ക് ഈസി ആയിട്ട് സിസ്റ്റം തന്നെ കാണിച്ചു തരും, സ്റ്റെപ്പായിട്ട്. ഇവിടെ നോക്ക്, എക്സോറിൻ്റെ അകത്ത് ഇവിടെ എന്താണ് B2 ഈസ് ഈക്വൽ ടു വിന്ന്, C2 ഈസ് ഈക്വൽ ടു വിന്ന്, എസ് നോ ഇങ്ങനെയല്ല ഇവിടുത്തെ. ഇപ്പോൾ നോക്കാമല്ലോ, ഇപ്പോൾ ഇവാലുവേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഇവാലുവേറ്റ് ഇപ്പോൾ B2ൽ എന്താണുള്ളത്, B2ൽ ഇവിടെ നോക്കൂ, B2ൽ വിന്നാണുള്ളത് അല്ലേ. അപ്പോൾ ഇവാലുവേറ്റ്, അപ്പോൾ വിൻ ഈസ് ഈക്വൽ ടു വിൻ അല്ലേ. അപ്പോൾ ഇവിടെ എന്താണ് വിൻ ഈസ് ഈക്വൽ ടു വിൻ എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇവിടെ ഇവാലുവേറ്റ് ചെയ്ത് അവിടെ ട്രൂ എന്ന് പറഞ്ഞു അല്ലേ. എന്താണ് വിന്നും ഈക്വലാണ്, ട്രൂ വന്ന്. ഇനി അടുത്തെന്താണ് C2ൽ എന്താണുള്ളത്, C2ൽ എന്താണുള്ളത് ഇവിടെ ലോസ്റ്റ് അല്ലേ. അപ്പോൾ ലോസ്റ്റും വിന്നും, അപ്പോൾ ഇതെന്തായിരിക്കും, നേരത്തെ വിന്നായതുകൊണ്ടാണ് ട്രൂ അല്ലേ. ഇവിടെ എന്താണ് ലോസ്റ്റും വിന്നും ആകുമ്പോൾ എന്തായിരിക്കും ഇവിടെ വരിക, വ്യത്യസ്തമാണ് അല്ലേ. അപ്പോൾ ഫോൾസ് ആണ് വരും അല്ലേ. അപ്പോൾ ഒരു ട്രൂവും ഒരു ഫോൾസും അല്ലേ. അപ്പോൾ ഇവിടെ എന്ത് വരും, ഒരു ട്രൂ. ഇവിടെ പറയുന്നുണ്ട് ഫോൾസ് വെൻ ദ നമ്പർ ഓഫ് ഇൻപുട്ട് ഈസ്, ഇവിടെ ഫോൾസ് വാല്യൂ വരും ഇങ്ങനെ വെൻ ദ നമ്പർ ഓഫ് ഇൻപുട്ട് ഈസ് ട്രൂ അല്ലേ. ട്രൂ ഇൻപുട്ട് ഈസ് E1 അല്ലേ. അതുപോലെ ഇവിടെ എന്താണ് ട്രൂ എങ്ങനെയാണ് വരുന്നത്, ട്രൂ മീൻസ് എസ്, ഫോൾസ് മീൻസ് നോ. ട്രൂ എങ്ങനെയാണ് വരിക, ട്രൂ വെൻ ദ നമ്പർ ഓഫ് ട്രൂ ഇൻപുട്ട് ഈസ് ഓഡ്. ഇവിടെ നോക്ക്, ഇവിടെ ഇവാലുവേറ്റ് ചെയ്ത് ഇവിടെ ഇവാലുവേറ്റ് ചെയ്താൽ നമ്പർ ഓഫ് ഇൻപുട്ട് എത്രയാണ്, ട്രൂ ഇൻപുട്ട് ഇവിടെ എത്രയാണ്, എത്ര ട്രൂ ഉണ്ട് ഇവിടെ പറഞ്ഞത് ട്രൂ വെൻ ദ നമ്പർ ഓഫ് ട്രൂ ഇൻപുട്ട് ഈസ് ഓഡ്. ട്രൂ ഇൻപുട്ട് എത്രയുണ്ട് ഇവിടെ, ട്രൂ ഒന്നാണല്ലോ ഉള്ളൂ, ഓഡ്. അപ്പോൾ എന്തായിരിക്കും വരിക, എസ് അല്ലേ. ട്രൂ ആണെങ്കിൽ ട്രൂ ആണ് ഇവിടെ വന്നത്, അപ്പോൾ ട്രൂ ആണെങ്കിൽ എസ് വരുവണ്ട, എസ് ഇവിടെ വന്നിട്ടുണ്ട്. അതാണത് പറയുന്നത്. നീ ഇത് നോക്ക്, നോ എന്നെങ്ങനെയാണ് വന്നത് നോക്കി, ഇവാലുവേറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ എന്താണ് ആദ്യം പറഞ്ഞത് B3 അല്ലേ. B3 എന്താണുള്ളത്, വിന്നില്ലേ. ഓക്കെ,
വാലിറ്റ് വിൻ ഈസ് ഈക്വൽ ടു വിൻ. അപ്പോൾ ഇവിടെ എന്താണ് വിന്നും ഈക്വൽ ആണ്, അപ്പോൾ ട്രൂ വരും, ട്രൂ വന്ന്. ഇനി എന്താണ് C3-ലുള്ളത്? C3-ൽ വിന്നാണുള്ളത് അല്ലേ, നോക്കാം. വിൻ ഈസ് ഈക്വൽ ടു വിൻ, അവിടെയും രണ്ടും എന്താണ് ട്രൂ ആണ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്ത് 2 ട്രൂ വന്നിട്ടുണ്ട് അല്ലേ, അപ്പോൾ 2 ട്രൂ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ് ഫോൾസ് എന്നെങ്ങനെ ഔട്ട്പുട്ട് വരിക? വെൻ ദ നമ്പർ ഓഫ് ട്രൂ ഇൻപുട്ട് ഈസ് E1 അല്ലേ. അപ്പോൾ ട്രൂ ഇൻപുട്ട് എത്ര ഉണ്ട്? E1 ഇല്ലേ, 2 ഇല്ലേ, ഇവിടെയുണ്ട് 2 ഇവാലുവേറ്റ് ചെയ്ത് നോക്ക്. അപ്പോൾ ഇവിടെ ഫോൾസ് വന്ന്, അപ്പോൾ ഇവിടെ യെസ് ഓർ നോ ഏതാ വരിക? നോ എന്ന് വന്ന്, കണ്ടോ. അപ്പോൾ നോ എന്ന് പറഞ്ഞാൽ ഫോൾസ്. അപ്പോൾ ഫോൾസ് എങ്ങനെയാണ് വന്നത്? 2 ട്രൂ ഇൻപുട്ട് ഉള്ളതുകൊണ്ടാണ് അവിടെ ഫോൾസ് വന്നത്, അതായത് നോ വന്നത്. ട്രൂ വരണമെങ്കിൽ ഒരു ഇൻപുട്ട് ആയിരിക്കും ട്രൂ വരും. ഓക്കെ, ക്ലോസ് ചെയ്യാം. അപ്പോൾ ഇവിടെ അവതരിപ്പിച്ച ഈഫ് എറർ, സ്വിച്ച്, എക്സോർ എന്നീ ഫംഗ്ഷനുകൾ വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്ത എപ്പിസോഡുകളിൽ അടുത്ത ഫംഗ്ഷനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.